മരണത്തിനു ശേഷം എന്ത് എന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായി മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാം. പാരാസൈക്കോളജി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ശരിയാണെന്നുള്ള ഒരഭിപ്രായം ആർക്കും കാണില്ല. മറിച്ച് ഇങ്ങനെയും ചില ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നും ആധുനിക ശാസ്ത്രത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പല വസ്തുതകളും നിലവിലുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ശാസ്ത്രമാണ് ഓരോ നിഗമനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും അളവുകോൽ എന്ന നിഗമനം ശരി തന്നെയാണ്. ആരെയും അന്ധവിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനല്ല മരണശേഷം എന്ത് എന്ന ഈ വീഡിയോ ചെയ്യുന്നത്. പാരാസൈക്കോളജിയിൽ ഇന്നുവരെ കൈവരിച്ച അത്ഭുതകരമായ നേട്ടങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഈ വീഡിയോകളിൽ ചെയ്യുന്നത്. ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അതുകൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു ആവേശകരമായ സംഭവം പറയാം. അന്നത്തെ പത്രങ്ങളിലും മറ്റും പ്രസിദ്ധീകരിച്ച സംഭവമാണിത്. 1950 കാലഘട്ടത്തിൽ ഒരു പ്രമുഖ ബ്രിട്ടീഷ് അമേരിക്കൻ ഗവേഷകനായ ഹെയർവാർഡ് ക്യാരിങ്ടൺ മരണസമയത്ത് ശരീരത്തിൽ നിന്നും എന്തെങ്കിലും വേർപെടുന്നുണ്ടോ എന്ന വിഷയത്തിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. മരണത്തോടെ ശരീരത്തിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു വാതക പ്രതിച്ഛായ കണ്ടെത്താൻ കഴിയണം. ആത്മാവെന്നത് ഒരു ഊർജമാണെന്നും ഈ ഊർജം വാതകാന്തരീക്ഷത്തിൽ ആനുപാതികമായ താപവ്യതിയാനങ്ങൾ ഉണ്ടാക്കും എന്നുമായിരുന്നു ക്യാരിങ്ടൻ്റെ പഠനം. ഈ പഠനങ്ങളെ ആസ്പദമാക്കി ഡോക്ടർ ഹെയർവാർഡ് ക്യാരിങ്ടൺ ഡോക്ടർ വാട്ടേഴ്സ് എന്ന ഗവേഷകനുമായി ചേർന്ന് ഈ ആശയങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. വളരെ ചെറിയ അളവിലുണ്ടാകുന്ന താപമാറ്റം പോലും രേഖപ്പെടുത്താനും അവയുടെ ചിത്രമെടുക്കാനും കഴിയുന്ന വിൽസൺ ക്ലൗഡ് ചേംബർ എന്ന ഉപകരണം ഡോക്ടർ ക്യാരിങ്ടൺ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തു. മരണാസന്നരായ ആളുകളുടെ അടുത്ത് ഈ ഉപകരണം ഘടിപ്പിച്ച് ഈ പരീക്ഷണോപകരണങ്ങളിൽ അവർ ജീവൻ വെടിയുന്ന ഛായാചിത്രമെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തത്തിലാണ് ഈ ഗവേഷണം ചെന്നെത്തിയത്. മരണസമയത്ത് ശരീരത്തിൽ നിന്നും ബാഹ്യാകൃതിക്ക് തുല്യമായ ഒരു വാതക ശരീരം നിർമുക്തമാകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. ബാഹ്യമായ എല്ലാ രൂപഘടനകളുമുള്ള വാതക നിർമ്മിതമായ ശരീരം കാഴ്ചയിൽ മരണമടഞ്ഞ ആളുകളുടെ പ്രതിച്ഛായ പോലെയായിരുന്നു. ചേതനയറ്റ ശരീരത്തിനു മുകളിലൂടെ വായുവിൽ തെന്നി നീങ്ങുന്ന വാതക ശരീരങ്ങളുടെ ചിത്രങ്ങൾ ഈ ഉപകരണത്തിലൂടെ ഡോക്ടർ ക്യാരിങ്ടൺ എടുത്തത് ഒരു വലിയ നേട്ടം തന്നെയായിരുന്നു. മൃതശരീരങ്ങളുടെ കിടപ്പ് പല രീതിയിലായിരുന്നെങ്കിലും നിർമുക്തമാകുന്ന ഈ വാതക ശരീരം നിവർന്ന പോസിലുള്ളതായിരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തുത. മരണസമയത്ത് ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന ഈ വാതക ശരീരം ആത്മാവാണോ? അറിയില്ല. പിന്നെ ലണ്ടനിൽ ജീവിച്ചിരുന്ന നെല്ല ജോൺസ് എന്ന സൈക്കിക് മീഡിയം അതീന്ദ്രിയ സിദ്ധികളിലൂടെ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. യോർക്ക്ഷയർ റിപ്പർ എന്ന കുപ്രസിദ്ധ കൊലയാളിയെ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് പിടികൂടിയത് നെല്ല ജോൺസിൻ്റെ അതീന്ദ്രിയ സേവനം ഉപയോഗപ്പെടുത്തിയായിരുന്നു. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞതെല്ലാം പ്രസിദ്ധീകരിച്ച തെളിവുകൾ തന്നെയാണ്. ഒരു ശാസ്ത്രത്തിനും കൈയെത്തിപ്പിടിക്കാൻ ഇതുവരെയും സാധ്യമാകാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലേക്കൊന്ന് കണ്ണോടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. പാരാസൈക്കോളജി എന്നത് ഇന്നൊരു അംഗീകൃത വിഷയമായി മാറിക്കഴിഞ്ഞു. ലോകത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ പാരാസൈക്കോളജിയെ സംബന്ധിച്ച നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഗവേഷണങ്ങളിൽ മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറമുള്ള കാര്യങ്ങൾ ഗവേഷകർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയ നിഗമനങ്ങളാൽ വിശദീകരിക്കപ്പെടാത്ത അമാനുഷിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാരാസൈക്കോളജി എന്ന ഒറ്റവാചകത്തിൽ പറയാം. ഹോണ്ടഡ് ഇൻസിഡൻസ്, ക്ലെയർവോയൻസ്, ടെലിപ്പതി, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, സൈക്കോകൈനസിസ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്നിവയാണ് പാരാസൈക്കോളജിയുടെ വിഷയങ്ങൾ. ശാസ്ത്രീയമായ തെളിവുകളോടെ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമേ ശാസ്ത്രസത്യങ്ങളാകുന്നുള്ളൂ. പിന്നെ സയൻസ് തിയറി എന്നൊരു വിഭാഗം കൂടിയുണ്ട്. സയൻസ് തിയറി എന്നത് പൂർണ്ണ സത്യങ്ങളാകണമെന്നില്ല. പുതിയ കാര്യങ്ങൾ വ്യക്തമാകുന്നതിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഏറ്റവും ചുരുങ്ങി ഏറ്റവും ചെറുതായ ഒരു ബിന്ദുവിൽ നിന്നും അല്ലെങ്കിൽ ഒരു സിംഗുലാരിറ്റിയിൽ നിന്നുമുണ്ടായ വലിയ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്നുള്ള തിയറി ശാസ്ത്രലോകം അംഗീകരിക്കുന്നു. ഇതിന് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നു. സമയവും കാലവുമെല്ലാം ആ പൊട്ടിത്തെറിക്ക് ശേഷമാണ് ഉണ്ടായത് എന്ന് ബിഗ് ബാങ് തിയറി പറയുന്നു. അങ്ങനെയുണ്ടായ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന് അവസാനമില്ല എന്നുള്ള സംഗതി ആർക്കെങ്കിലും ഉൾക്കൊള്ളാനാകുമോ?
നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മരണത്തിന് ശേഷം എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണത്? മരണാനന്തര ജീവിതത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് തെളിവെടുപ്പും അന്വേഷണവും നടത്താനുള്ള കഴിവ് ഇന്നത്തെ ശാസ്ത്രം കൈവരിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു വിധികർമ്മം നടത്താനാവുന്ന വിധം പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ശാസ്ത്രം ഉൾക്കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടോ? പ്രപഞ്ചരഹസ്യങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ആധുനിക ശാസ്ത്രത്തിന് ഊറ്റം കൊള്ളാനാവുമോ? അന്വേഷണങ്ങൾ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് തിരിഞ്ഞു. ദൃഷ്ടിഗോചരമായ പദാർത്ഥങ്ങളുടെ ഏറ്റവും ചെറിയ സ്ഥൂലരൂപം പോലും ശാസ്ത്രജ്ഞർക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല. ഭൗതിക പദാർത്ഥങ്ങളെ മുറിച്ച് ചെന്നെത്തിയത് ആറ്റത്തിലാണ്. വീണ്ടും മുറിച്ചാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ. വീണ്ടും മുറിച്ചാൽ ക്വാർക്കുകൾ. വീണ്ടും മുറിച്ചാൽ എന്ത് എന്നത് ഇന്നും അജ്ഞാതമാണ്. ഈ മാനത്തിലെത്തുന്നതോടെ ശാസ്ത്രത്തിൻ്റെ സ്ഥലകാല സങ്കല്പങ്ങൾക്ക് പോലും വീഴ്ച പറ്റുന്നു. ആറ്റത്തിൻ്റെ ഘടന എന്താണ്? ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചുറ്റുന്ന അസംഖ്യം ഇലക്ട്രോണുകൾ. പദാർത്ഥത്തിൻ്റെ ഈ സൂക്ഷ്മരൂപം തന്നെയല്ലേ പ്രപഞ്ചവും? സൗരയൂഥത്തെ തന്നെ എടുത്താൽ സൂര്യൻ എന്ന പ്രോട്ടോണിനെ ചുറ്റുന്ന അസംഖ്യം ഗ്രഹങ്ങളെന്ന ഇലക്ട്രോണുകൾ. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടെ ആയിരക്കണക്കിന് സൗരയൂഥങ്ങൾ വലം വയ്ക്കുന്ന മിൽക്കി വേ ഗാലക്സി. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗാലക്സികൾ വലം വയ്ക്കുന്ന പ്രപഞ്ചങ്ങൾ. മനുഷ്യൻ്റെ പരിമിതമായ അറിവ് ഇവിടെ അവസാനിക്കുന്നു. ഭൂമി, സൂര്യൻ, സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ക്ഷീരപഥങ്ങൾ എല്ലാം കടന്ന് പ്രപഞ്ചത്തിൻ്റെ മഹാസീമകളിലെത്തിയപ്പോൾ അവിടെ അറിഞ്ഞതൊക്കെയും ശാസ്ത്രം അന്നുവരെ സ്വപ്നം കാണാത്ത അത്ഭുതങ്ങളായിരുന്നു. നക്ഷത്രങ്ങളെ വരെ ഒന്നോടെ എടുത്തു വിഴുങ്ങുന്ന ബ്ലാക്ക് ഹോൾസ് എന്ന തമോഗർത്തങ്ങൾ. മനുഷ്യൻ അന്നോളം കൊരുത്തെടുത്ത ശാസ്ത്രീയ നിഗമനങ്ങളെല്ലാം അവിടെ ചെല്ലുന്നതോടെ നിഷ്ഫലമാവുന്നു. വെളിച്ചത്തിന് പോലും കടന്നുവരാൻ പറ്റാത്ത മഹാരന്ധ്രങ്ങൾ. 1 ഗ്രാം പദാർത്ഥത്തിന് അവിടെ ഭൂമിയോളം ഭാരം. ഒരു സൗരയൂഥത്തെയോ ഗാലക്സിയെയോ ആകെ ഒന്നായി ഞെരിച്ച് തകർത്ത് എടുത്തു വിഴുങ്ങുന്ന വിഭാവനാതീതമായ ഗുരുത്വാകർഷണ ശക്തി. പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ദുർഗമമായ ആ തമോഗർത്തത്തിലൂടെ ഒന്ന് ഊളിയിട്ട് കിടക്കാനാകുമെങ്കിൽ ചെന്നെത്തുന്നത് മറ്റൊരു പ്രപഞ്ചത്തിലാവും. ഭൂമിയിൽ നിന്നും 4 പ്രകാശവർഷം ദൂരെയുള്ള പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രം സ്പേസ് ദൂരദർശിനിയിലൂടെ തത്സമയം നിരീക്ഷിക്കുന്ന ഒരാൾ കാണുന്നത് ആ നക്ഷത്രത്തിൻ്റെ 4 വർഷം മുൻപുള്ള ഭൂതകാലമാണ്. കാരണം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം ആ നക്ഷത്രത്തിൽ നിന്നും ഭൂമിയിലെത്താൻ 4 വർഷം എടുക്കും എന്നുള്ളതാണ് കാരണം. അതിനാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് 4 വർഷം മുൻപുള്ള കാഴ്ചകളാണ്. അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഗ്രഹങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് വർഷം മുൻപുള്ള കാഴ്ചകളാണ്. വർത്തമാനകാലത്തിലൂടെ നോക്കുമ്പോൾ ഭൂതകാലം കാണുന്നു. ഇത് മനുഷ്യ മനസ്സിന് എങ്ങനെ ഉൾക്കൊള്ളാനാവും? എങ്ങനെ ഉൾക്കൊണ്ടാലും ഇതൊക്കെ സത്യം തന്നെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി സംബന്ധമായ ഒരു പാരഡോക്സ് ഉണ്ട്. ട്വിൻ പാരഡോക്സ് എന്നു പേരുള്ള ഇതിൽ ഐഡൻറ്റിഫിക്കലി സിമിലറായ, അതായത് ഒരുപോലെ ഇരിക്കുന്ന ഇരട്ടക്കുട്ടികളിൽ ഒരാളെ ബഹിരാകാശ വാഹനത്തിൽ പ്രകാശവേഗതയുടെ അടുത്ത സ്പീഡിൽ സ്പേസിലേക്ക് വിട്ടാൽ അയാൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കരുതിയാൽ ആ സമയം കൊണ്ട് ഭൂമിയിൽ അനേക വർഷങ്ങൾ കടന്നുപോയിരിക്കും. ഭൂമിയിൽ നിന്ന ഇരട്ടകളിൽ ഒരാളിന് അത്രയും പ്രായവും കടന്നുപോയിരിക്കും. എന്നാൽ സ്പേസിലേക്ക് പോയ ആളിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ പ്രായമാകുന്നുള്ളൂ. ഉദാഹരണത്തിന് മുൻപ് പറഞ്ഞ പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രം ഭൂമിയിൽ നിന്നും 4 പ്രകാശവർഷം ദൂരെയാണ്. അതായത് ഭൂമിയിൽ നിന്നും പ്രകാശവേഗതയിൽ യാത്ര ചെയ്താൽ 4 വർഷമെടുക്കും അവിടെ എത്തിച്ചേരുവാൻ. അവിടെ നിന്ന് തിരിച്ച് 4 വർഷവും. അങ്ങനെ 8 വർഷം വേണം പോയി വരുവാൻ. 30 വയസ്സുള്ള ഇരട്ടകളിൽ ഒരാളെ പ്രകാശവേഗതയുടെ 99% വേഗതയുള്ള ബഹിരാകാശ വാഹനത്തിൽ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് അയക്കുന്നു എന്ന് വിചാരിക്കുക. പ്രകാശവേഗതയുടെ 99% സ്പീഡിൽ യാത്ര ചെയ്താൽ അയാൾ അവിടെ ചെന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ 8 വർഷം മുകളിലെടുക്കും. ആ 8 വർഷം കൊണ്ട് ഭൂമിയിൽ ഡസൻ കണക്കിന് വർഷങ്ങൾ കടന്നുപോയിരിക്കും. എന്നാൽ പ്രോക്സിമ സെഞ്ചുറിയിൽ പോയിട്ട് വന്ന മറ്റേ ഇരട്ടയ്ക്ക് വെറും 8 വർഷമേ കടന്നുപോയിട്ടുള്ളൂ. അപ്പോൾ ആ ഇരട്ടകളിൽ പ്രോക്സിമ സെഞ്ചുറിയിൽ പോയിട്ട് വന്നയാൾക്ക് 38 വയസ്സും ഭൂമിയിലുണ്ടായിരുന്ന മറ്റേ ആൾക്ക് അതിൻ്റെ ഇരട്ടിയിലധികം വയസ്സും പ്രായം. ഇതെങ്ങനെ സാധ്യമാകും? ടൈം ഡൈലേഷൻ എന്ന ഈ സംഗതി സത്യമാണെന്ന് ശാസ്ത്രലോകത്തിനറിയാം. ഒരേ കാലത്തിൽ തന്നെ 2 കാലങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യ മനസ്സിന് എങ്ങനെ ഉൾക്കൊള്ളാനാവും? ഭൂമിയിലെയും ഭൂമിയുടെ വെറും 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെയും സമയം താരതമ്യം ചെയ്താൽ ഏതാനും നാനോ സെക്കൻഡുകൾ വ്യത്യാസം കാണാൻ കഴിയും. ഇതൊക്കെ മനുഷ്യൻ്റെ ഭൗതിക മണ്ഡലം എങ്ങനെ ഉൾക്കൊള്ളുന്നു?
കൂടാതെ ഇൻ്റർസ്റ്റെല്ലാർ എന്ന സയൻസ് ഫിക്ഷൻ സിനിമയിൽ മില്ലേഴ്സ് പ്ലാനറ്റ് എന്ന ഗ്രഹത്തിലിറങ്ങിയ ഹൂപ്പറിന് അവിടെ നിന്നും തിരിച്ച് ഏകദേശം 3 മണിക്കൂറിന് ശേഷം മദർഷിപ്പിലെത്തിയപ്പോൾ മദർഷിപ്പിൽ കാത്തിരുന്ന ആളിന് 23 വർഷം കടന്നുപോയിരുന്നു. മദർഷിപ്പിലുള്ള ആളിന് 23 വയസ്സ് പ്രായം കൂടിയിരുന്നു. എന്നാൽ മില്ലേഴ്സ് പ്ലാനറ്റിൽ പോയി തിരിച്ചു വന്ന ഹൂപ്പറിൻ്റെ പ്രായം കൂടിയത് വെറും 3 മണിക്കൂർ മാത്രം. ഒരു സിനിമയാണെങ്കിൽ കൂടി ഇതിലെ തിയറി ശാസ്ത്രം അംഗീകരിച്ച സത്യങ്ങളാണ്. ലോകപ്രശസ്ത പാരാസൈക്കോളജിസ്റ്റുകളായ ഡോക്ടർ റെയ്മണ്ട് മൂഡി, ഡോക്ടർ എലിസബത്ത് കുബ്ലർ-റോസ്, ഡോക്ടർ വില്യം ബാരറ്റ്, ഡോക്ടർ ബ്രിയാൻ വീസ്, ജൂഡി ഹാൾ എന്നിവരുടെ ഗ്രന്ഥങ്ങൾ, ജേർണലുകൾ, പ്രസിദ്ധീകരിച്ച തെളിവുകൾ എന്നിവ റെഫർ ചെയ്താണ് ഈ വീഡിയോകൾ ചെയ്തിരിക്കുന്നത്. മരണത്തിന് ശേഷം എന്ത് എന്ന വിഷയത്തിലുള്ള പ്രസിദ്ധീകരിച്ച തെളിവുകളുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം.